ക്രൈസ്തവ ആത്മീക ചരിത്രത്തിൽ വിവിധ കാലയളവുകളിലായി ദൈവത്തിൻ്റെ നാവായും വക്താക്കളായും ദൈവകരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളായും നിരവധി കഥാപാത്രങ്ങളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ആത്മീക നവോത്ഥാനത്തിനും സഭയുടെ ഉണർവിനും ദൈവജനത്തിൻ്റെ സമുദ്ധാരണത്തിനും ഇവരുടെ പ്രവർത്തനങ്ങൾ നാന്ദി കുറിച്ചു. ഇങ്ങ് താഴെത്തട്ടിൽ മുതൽ പ്രൗഢാഭമായ രാജസദസ്സുകൾ വരെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ചവരായിരുന്നു മിക്കവരും. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ദൈവത്തോടൊപ്പം വസിച്ച മനുഷ്യൻ്റെ വിവരണങ്ങളും രക്ഷക പദ്ധതികളുമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ഒന്നിനോടൊന്ന് പ്രാധാന്യം അർഹിക്കുന്നവയാണ് എല്ലാമെങ്കിലും പ്രസിദ്ധിയാർജിച്ചതും നമുക്ക് പ്രചോദനം നൽകാൻ ഉതകുന്നതുമായ ചില കഥാപാത്രങ്ങളെ ദൈവനാമ മഹത്വത്തിനായി PYPA ഇവിടെ ദൃശ്യാവിഷ്കരിക്കുന്നു. പുരാതന ലോകം പാപത്താൽ നിറഞ്ഞിരുന്നതിനാൽ ദൈവം ഭൂമിയെ പ്രളയത്തിലൂടെ ശുദ്ധമാക്കാൻ തീരുമാനിച്ചു. ഈ ദുർസമയത്ത് മനുഷ്യരിൽ സത്യസന്ധതയുടെ വിളക്കായി നിലനിന്നത് സാക്ഷാൽ ദൈവമനുഷ്യനായ നോഹയായിരുന്നു. ദൈവാജ്ഞ അനുസരിച്ച് അദ്ദേഹം ഒരു വലിയ പെട്ടകം നിർമ്മിച്ചു. തൻ്റെ കുടുംബത്തോടൊപ്പം ജീവജാലങ്ങളെ ഉൾപ്പെടുത്തി പ്രളയത്തിൻ്റെ തിരമാലകളിൽ രക്ഷപ്പെട്ടു. നോഹയുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ശക്തിയും ധൈര്യത്തിൻ്റെ മഹത്വവും സത്യസന്ധതയുടെ ശോഭയും പ്രതിഫലിപ്പിക്കുന്നു. കടുത്ത പ്രളയത്തിനും ദുരിതത്തിനുമിടയിൽ ദൈവത്തിൻ്റെ വാക്കിൽ ഉറച്ചു നിന്നാൽ എത്ര വലിയ അപകടവും മറികടക്കാനാവുമെന്ന് നോഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ജനതയുടെ രക്ഷയ്ക്കായി ദൈവം നിയോഗിച്ച മഹത്വമുള്ള വീരനായിരുന്നു ശിംശോൻ. ജന്മം മുതൽ ദൈവത്തിനോടുള്ള വിശ്വാസത്താൽ സമർപ്പിതനായ ശിംശോൻ ജനതയെ ശത്രുക്കളുടെ ചീത്തവാക്കുകളും നാസ്തിക ശക്തികളും ഏറ്റുമുട്ടുന്ന വിധത്തിൽ രക്ഷപ്പെടുത്താൻ തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ അസാധാരണമായ ശാരീരിക ശക്തി അദ്ദേഹത്തിൻ്റെ മുടിയിലായിരുന്നു. ശിംശോന്റെ കഥ ധൈര്യവും വിശ്വാസവും ശക്തിയും ആത്മനിയന്ത്രണവും തമ്മിലുള്ള സമന്വയത്തിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ ശക്തി കൈവിട്ടാൽ പോലും ദൈവത്തോടുള്ള ആത്മസമർപ്പണത്തിലൂടെ ശിംശോൻ വലിയ വെല്ലുവിളികളെയും മറികടന്നതാണ്. വളരെയധികം ശക്തിയും പ്രതാപവും ഉള്ള ഏത് വ്യക്തിയും ദൈവത്തിലേക്കുള്ള ആത്മവിശ്വാസം കൊണ്ട് മാത്രമേ സത്യത്തിൽ വിജയിക്കൂ. തൻ്റെ ദൈവസ്നേഹത്തിലൂടെ ശിംശോൻ നമ്മെ എങ്ങനെ ധൈര്യവും ആത്മസമർപ്പണവും കൊണ്ട് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാമെന്ന് പഠിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ കരുത്തനായ രണ്ടാമത്തെ രാജാവ്, ബൈബിളിലെ ഏറ്റവും പ്രശസ്തമായ രാജാവും ധൈര്യവാനും വിശ്വാസശീലനായ വ്യക്തിയുമാണ് ദാവീദ്. ചെറുപ്പം മുതൽ ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ധൈര്യവുമാണ് അദ്ദേഹത്തെ ഗോലിയാത്തിനെ തോൽപ്പിക്കുന്ന ധീരനായി മാറ്റിയത്. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് ന്യായത്തിൻ്റെയും ധാർമ്മികതയുടെയും പ്രതീകമായി നിലനിന്നു. കാടിൻ്റെയും ആടിൻ്റെയും മണം നിറഞ്ഞ സാഹചര്യത്തിൽ താൻ മനസ്സിലാക്കി, കൂടപ്പിറപ്പായുള്ളത് കിന്നരവും കൂട്ടിനായുള്ളത് ദൈവവും എന്ന സത്യം. അഭിഷേകത്താൽ നിയന്ത്രിതനായ താൻ കൈവരിച്ചത് എണ്ണമറ്റ പദവികൾ. ദൈവത്തെ സ്നേഹിക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നവരെയും അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ലെന്നത് വേദപുസ്തകത്തിൻ്റെ സത്യം. സമൃദ്ധിയുടെയും അഭയം ലഭിച്ച ജീവിതത്തിൻ്റെ ഉടമയായിരുന്നുവെങ്കിലും ദൈവദൃഷ്ടിയിൽ വിധിക്കപ്പെട്ട ദുരിതങ്ങളുടെ തീരങ്ങളിൽ വീണപ്പോൾ പോലും വിശ്വാസം ഒരു നിമിഷം പോലും തകരാതെ നിൽക്കുകയായിരുന്നു യോബ് എന്ന വലിയ ഭക്തൻ്റേത്. അയാളുടെ ജീവിതം, വേദന, നഷ്ടം, ചോദ്യം, മനുഷ്യജീവിതത്തിൻ്റെ ദുഃഖം എല്ലാം സഹനത്തോടും സമാധാനത്തോടും ഏറ്റെടുത്ത കഥയാവുന്നു. യോബ് നമ്മുടെ മുന്നിൽ ഒരു ദൃഢവിശ്വാസിയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. കാലത്തിൻ്റെ കാറ്റിലും അനിഷ്ടങ്ങളുടെ മഴയിലും ആത്മാവ് തിളങ്ങാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു അനന്ത സഹനത്തിൻ്റെ ദീപം. വേദപുസ്തക ചരിത്രത്തിലെ ഇത്രയും ശക്തമായ സഹനങ്ങളിൽ കൂടി കടന്നുപോയിട്ടും വിശ്വാസം ത്യജിക്കാതെ പ്രത്യാശയുടെ ദീപശിഖാ പ്രയാണത്തിൽ മുന്നിൽ തന്നെയാണ് ഇയ്യോബിൻ്റെ സ്ഥാനം. ദാനിയേൽ ദൈവഭയത്തിൽ വളർന്ന വിശ്വസ്തനായ മനുഷ്യനായിരുന്നു. അന്യദേശത്തും അന്യഭാഷയ്ക്കിടയിൽ ജീവിച്ചിട്ടും ഹൃദയം ദൈവത്തിൽ ഉറച്ചു നിന്നു.
അധികാരത്തിൻ്റെയും ഭീഷണിയുടെയും മുന്നിൽ പോലും ദൈവനിയമം ലംഘിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രാർത്ഥന ദാനിയേലിൻ്റെ ശ്വാസം പോലെയായിരുന്നു. സിംഹക്കുഴിയുടെ ഇരുണ്ടതയിലും ദൈവവിശ്വാസത്തിൻ്റെ വെളിച്ചം മങ്ങിപ്പോയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ലെന്ന് ദാനിയേലിൻ്റെ ജീവിതം ശക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു. മാറി മാറി വന്ന ഭരണകർത്താക്കന്മാർക്ക് പോലും നിയമത്തിൻ്റെയും തൻ്റെ ബുദ്ധിവൈഭവത്തിൻ്റെയും ആഴങ്ങൾ അനന്തമായിരുന്നു. വാക്കിലും നടയിലും ഗൗരവമുള്ള ഒരു ഭക്തൻ്റെ ആൾരൂപം. എന്തിനേറെ മേലാൽ സംഭവിക്കാനുള്ള മാർമിക സത്യങ്ങളുടെ കലവറയുടെ താക്കോൽ ലഭ്യമായ പഴയ നിയമചരിത്രത്തിലെ ശക്തനായ നേതാവ്. അപ്പോസ്തലൻ ലൂക്കോസ് വിദ്യാഭ്യാസമുള്ള ഒരു വൈദ്യനും കഴിവുറ്റ എഴുത്തുകാരനുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, അത്ഭുതങ്ങൾ, ഉപദേശങ്ങൾ എന്നിവ അദ്ദേഹം സൂക്ഷ്മമായി അന്വേഷിച്ചു. വിശ്വസനീയമായ സാക്ഷികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു ക്രമബദ്ധമായി രേഖപ്പെടുത്തി. ജാതി വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കുമുള്ള രക്ഷയാണ് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതെന്ന സത്യം അദ്ദേഹം തൻ്റെ സുവിശേഷത്തിൽ ശക്തമായി അവതരിപ്പിച്ചു. കരുണ, ദയ, സ്ത്രീകളോടുള്ള ആദരം, ദരിദ്രരോടുള്ള സഹാനുഭൂതി എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയ ലൂക്കോസ് യേശുവിൻ്റെ മാനുഷിക സ്വഭാവം അതിമനോഹരമായി അവതരിപ്പിച്ചു. അപ്പോസ്തലൻ പൗലോസിൻ്റെ അടുത്ത സഹയാത്രികനായിരുന്ന അദ്ദേഹം ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എഴുതി പ്രാരംഭ സഭയുടെ ചരിത്രം ലോകത്തിന് സമ്മാനിച്ച സമർപ്പിത ദൈവദാസനായിരുന്നു. യെരിഹോയുടെ വഴിയരികിൽ അന്ധകാരവും ദുഃഖവും നെഞ്ചിലേറ്റി യാചകനായി ജീവിതം കഴിച്ചിരുന്ന ഒരാളായിരുന്നു കുരുടനായ ബർത്തിമായി. കാഴ്ചയില്ലാത്ത കണ്ണുകളുണ്ടായിരുന്നെങ്കിലും പ്രത്യാശ നിറഞ്ഞ ഹൃദയവും അചഞ്ചലമായ വിശ്വാസവുമായിരുന്നു അവൻ്റെ ശക്തി. യേശുക്രിസ്തു കടന്നു പോകുന്നുവെന്ന വാർത്ത കേട്ട നിമിഷം ജനക്കൂട്ടത്തിൻ്റെ ശബ്ദവും അവഗണനയും അവനെ നിശബ്ദനാക്കാൻ കഴിയാതെ പോയി. ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ എന്ന അവൻ്റെ ആർദ്രവിളി അന്ധകാരത്തെ കീറിപ്പിളർത്തിയ വിശ്വാസഘോഷമായി മാറി. യേശുവിൻ്റെ സ്പർശനത്തിലൂടെ കാഴ്ച ലഭിച്ചപ്പോൾ അവൻ്റെ ജീവിതവും പുതുജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ കുളിച്ചു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള മനുഷ്യാത്മാവിൻ്റെ ഉയർപ്പിനെ പ്രതിനിധീകരിക്കുന്ന വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദീപ്തമായ പ്രതീകമാണ് ബർത്തിമേയോസ്. യഹൂദ സമൂഹത്തിലെ മാന്യനായ ഒരു പ്രമാണിയും പരീശനായും മോശയുടെ നിയമത്തിൽ പ്രഗത്ഭനുമായിരുന്ന നിക്കോദേമോസ് ബൈബിളിൽ ആത്മീയ അന്വേഷണത്തിൻ്റെ മൗനശബ്ദമായി പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ്. പദവിയുടെയും പരമ്പരാഗത ചിന്തകളുടെയും ഭാരം അവനെ പകൽ വെളിച്ചത്തിൽ യേശുവിലേക്കെത്താൻ അനുവദിച്ചില്ല. എന്നാൽ സത്യത്തിനായുള്ള ദാഹം അവനെ രാത്രിയുടെ നിശബ്ദതയിൽ രക്ഷകന്റെ സന്നിധിയിൽ എത്തിച്ചു. അവിടെ മനുഷ്യബുദ്ധി അതിജീവിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വീണ്ടും ജനനമെന്ന ആത്മീയ സത്യത്തിലൂടെ യേശുവിന് വെളിപ്പെടുത്തി. സംശയവും വിചാരണയും നിറഞ്ഞ ഹൃദയം ക്രമേണ ആത്മീയ ബോധത്തിലേക്ക് വഴിമാറി. സൻഹദ്രീൻ സഭയിൽ യേശുവിനെതിരെ വിധിയെടുക്കുമ്പോൾ നിയമത്തിൻ്റെ ന്യായം ഓർമ്മിപ്പിച്ച് അവൻ മൗനത്തിനുള്ളിൽ ധൈര്യം പ്രകടിപ്പിച്ചു. പിന്നീട് ക്രൂശിതനായ കർത്താവിൻ്റെ ശവസംസ്കാരത്തിൽ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങളുമായി പങ്കുചേർന്ന് അവൻ തൻ്റെ വിശ്വാസം പരസ്യമായി സാക്ഷ്യപ്പെടുത്തി. അന്ധകാരത്തിൽ ആരംഭിച്ച നിക്കോദിമോസിൻ്റെ യാത്ര വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലേക്കുള്ള ഒരു ആത്മീയ തീർത്ഥാടനമായി മാറുന്നു. സംശയത്തിൽ നിന്ന് സമർപ്പണത്തിലേക്കും, ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്കും, നിയമത്തിൻ്റെ അക്ഷരത്തിൽ നിന്ന് കൃപയുടെ ആത്മാവിലേക്കുമുള്ള അവൻ്റെ പരിവർത്തനം ഓരോ സത്യാന്വേഷകനുമുള്ള ദൈവവിളിയുടെ ശാശ്വത പ്രതിബിംബമായി ബൈബിളിൽ നിലകൊള്ളുന്നു. യെരിഹോയുടെ സമ്പന്നനായ ചുങ്കക്കാരൻ സ്വർണ്ണശോഭയിൽ മുങ്ങിയെടുത്തും ജനങ്ങളുടെ നിരാകരണത്തിലും ഒറ്റപ്പെട്ട ഹൃദയവുമായി ജീവിച്ചവൻ. ആധുനിക ലോകത്തിൻ്റെ വഞ്ചനയും സ്വാർത്ഥതയും അവൻ്റെ മനസ്സിൽ ദുർബലമായ ആഴം നിലനിർത്തിയിരുന്നെങ്കിലും ആകാശത്തിൽ ഉയരുന്ന ഒരു തിരുപ്പാതയിലൂടെ കടന്നുവരുന്ന യേശുവിൻ്റെ കാഴ്ചയിൽ അവൻ്റെ അന്തരീക്ഷം പ്രകാശം നേടി. ചെറിയ ശരീരവും ഉല്ലാസമയമായ ആഗ്രഹവും കുടിയേറി അവൻ ജനങ്ങളുടെ തടസ്സവും പരിഹാസവും മറികടന്ന് ആ ത്രിവൃക്ഷത്തിൽ കയറി നിന്നു. അവിടെ നിന്ന് അവൻ അനുഭവിച്ച ദൈവിക സ്നേഹത്തിൻ്റെ വെളിച്ചം
ഹൃദയത്തിൻ്റെ അന്ധകാരങ്ങളെ നീക്കി സ്വാർത്ഥതയുടെ കനലിൽ നിന്നും ദാനശീലത്തിലും നിസ്വാർത്ഥ സ്നേഹത്തിലും മനസ്സിനെ പ്രബുദ്ധമാക്കി. ജീവിതത്തിൻ്റെ ശൂന്യതയിൽ നിന്ന് അനന്തര ജീവിതത്തിൻ്റെ പ്രതീക്ഷയിലേക്കുള്ള ഈ പരിവർത്തനം വിശ്വാസത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കാരുണ്യവും മനുഷ്യനിലെ അതിമനോഹരമായ പ്രതിഫലനമായി മാറുന്നു. ക്രിസ്തുവിന് ശേഷം അറിയപ്പെട്ട രണ്ടാമത്തെ ക്രിസ്തു എന്ന നാമകരണത്തിന് യോഗ്യനായ പൗലോസ് ശക്തമായ വ്യക്തിത്വവും അഗാധമായ ആത്മീയതയുമുള്ള ഒരു മഹാനായ അപ്പോസ്തലനാണ്. ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം ന്യായപ്രമാണത്തിൽ അതീവ പണ്ഡിതനും ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ കടുത്ത നിലപാട് സ്വീകരിച്ചവനുമായിരുന്നു. എന്നാൽ ഡെമസ്കോസിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിനെ നേരിൽ അനുഭവിച്ച സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റിയത്. പരിവർത്തനത്തിന് ശേഷം പൗലോസ് ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയായി മാറി. അനവധി യാത്രകൾ, പീഡനങ്ങൾ, തടവ് ജീവിതങ്ങൾ എന്നിവയിലൂടെ കടന്നുപോയിട്ടും അദ്ദേഹം തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്നോട്ടാഞ്ഞില്ല. ജാതി, സംസ്കാരം, സാമൂഹിക വ്യത്യാസങ്ങൾ എന്നിവയ്ക്കതീതമായി എല്ലാവരോടും സ്നേഹവും കരുണയും കാണിച്ച പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ സഭയുടെ ആത്മീയ അടിസ്ഥാനം ഉറപ്പിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തെ ലോകമാകെ വ്യാപിപ്പിക്കുകയും ചെയ്ത അപൂർവനായ അപ്പോസ്തലനായിരുന്നു. കാലത്തിൻ്റെ നീണ്ട ഇടനാഴികയിലൂടെ ദൈവം മനുഷ്യരോട് സംസാരിച്ചത് മനുഷ്യ ജീവിതങ്ങളിലൂടെയായിരുന്നു. പഴയ നിയമത്തിലെ കാത്തിരിപ്പും പുതിയ നിയമത്തിലെ നിവൃത്തിയും ചേർന്ന് ഈ കഥാപാത്രങ്ങൾ വിശ്വാസത്തിൻ്റെ ദീപങ്ങളായി ചരിത്രത്തിൽ തെളിഞ്ഞു. ചിലർ കണ്ണുനീരോടെ വിതച്ചു, ചിലർ പ്രാർത്ഥനയോടെ കാത്തിരുന്നു, ചിലർ ത്യാഗത്തോടെ വഴിയൊരുക്കി. എങ്കിലും അവരൊക്കെയും ഒരേ ദൈവകഥയുടെ നിശബ്ദ സ്വരങ്ങളായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് അവരുടെ പേരുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവരുടെ വിശ്വാസം നമ്മെ വിളിക്കുന്നു. ഭയങ്ങളെ പിന്നിലാക്കി, സംശയങ്ങളെ അതിജീവിച്ച് ദൈവം എഴുതുന്ന നമ്മുടെ സ്വന്തം ജീവിതവാക്യങ്ങളായി മാറുവാൻ. അതെ, ഈ അവതരണം അവസാനിക്കുന്നില്ല. ഇത് നമ്മുടെ വിശ്വാസയാത്രയുടെ അടുത്ത അധ്യായത്തിന് മൗനമായി തുടക്കം കുറിക്കുകയാണ്. തിരിശ്ശേരിക്ക് പിന്നിൽ രചന പാസ്റ്റർ എബി പടപ്പാക്കര. അവതരണം, ആവിഷ്കാരം ടീം PYPA. പശ്ചാത്തല ശബ്ദം നൽകിയത് അനു ഷാലോ. കഥാപാത്രങ്ങൾ: നോഹ, ഏഞ്ചൽ ജോൺ, ഷിംഷോൻ, ഡാനിയൽ ഫിലിപ്പ്, ദാവീദ്, ജോൺ വിനോദ് സാം, ഇയോ, തോമസ് ഫിലിപ്പ്, ഡാനിയൽ, മനു തോമസ്, ലൂക്കോസ്, റിനു വിൻസെന്റ്, ബർത്തിമായി, ബിൻസോ സാം, നിക്കോദിമോസ്, എബി ചാക്കോ, സക്കായ്, ജിബിൻ, പൗലോസ്, മോനച്ചൻ ഡാനിയൽ.